നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വോൾട്ടാസ് ഇൻവെർട്ടർ എസിയിൽ PO എറർ കോഡ് കാണിക്കുന്ന കംപ്ലൈൻറ്റ് ശരിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ AC ഓൺ ചെയ്തിട്ടുണ്ട്. എസിയിൽ PO കാണിക്കുന്നുണ്ട്. PO പറഞ്ഞ കംപ്ലൈൻറ്റ് കാണിക്കുന്ന ഔട്ട്ഡോർ PCBയിൽ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ്. ഈ കവറൊക്കെ അഴിച്ചിട്ട് വേണം ഔട്ട്ഡോർ PCB എടുക്കാൻ വേണ്ടിയിട്ട്. കവറൊക്കെ ഒന്ന് അയക്കുക. അപ്പോൾ ഈ കംപ്രസറിൽ ഇതേപോലെ ഈ സ്പോഞ്ച് വരുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പോൾ ഈ സ്പോഞ്ച് വരുമ്പോൾ കംപ്രസർ ഇതേപോലെ തുരുമ്പ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്തും സർവീസിനൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഈ സ്പോഞ്ച് ഒഴിവാക്കാറുണ്ട്. അതല്ലെങ്കിൽ കംപ്രസർ തുരുമ്പെടുത്തിട്ട് അതിൽ ഹോൾസ് വന്നിട്ട് ഗ്യാസ് ലീക്കാൻ സാധ്യത കൂടുതലാണ്. ഈ PC ബോർഡ് അയച്ചെടുക്കുക. ഇതിൻ്റെ വയറൊക്കെ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ PC ബോർഡ് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻഡോർ PCB ബോർഡും അയച്ചെടുക്കണം. അപ്പോൾ കവറൊക്കെ ഫിൽറ്ററൊക്കെ എടുത്തിട്ട് കവറൊക്കെ ഒന്ന് അയക്കണം. ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഡോർ PCBയും കൂടി അയച്ച് എടുത്താലാണ് ഔട്ട്ഡോർ PCB റിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഇൻഡോർ PCB. വയറൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇൻഡോർ PCB നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻഡോർ PCB. ഇത് രണ്ടും റിപ്പയറിങ്ങിന് കൊടുത്തിട്ട് വേണം ശരിയാക്കിയിട്ട് ഫിറ്റ് ചെയ്യാൻ. നമുക്കൊരു 10 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഈ PC ബോർഡ് റെഡിയാക്കി കിട്ടുന്നത്. ഈ PC ബോർഡ് ഫിറ്റ് ചെയ്യാം. PC ബോർഡ് ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ ഔട്ട്ഡോറിലേക്കുള്ള കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കവറൊക്കെ ഒന്ന് സെറ്റാക്കാം. ഇതിൻ്റെ കവറൊക്കെ സെറ്റ് ചെയ്ത് സ്ക്രൂ ഇട്ടിട്ട് ശേഷം ഇൻഡോർ PCB സെറ്റ് ചെയ്യാണ്ട്. ഔട്ട്ഡോറിലേക്ക് പോകുന്ന കണക്ഷനൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ അയച്ച വയറുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഈ വോൾട്ടാസ് ഇൻവെർട്ടർ എസിയിൽ PO പറഞ്ഞ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ഔട്ട്ഡോർ PCBയിൽ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ്. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒന്ന് AC ഓൺ ആക്കാം കേട്ടോ. AC ഓൺ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കി. AC തണുപ്പൊക്കെ വരുന്നുണ്ട്. ആ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വർക്കുമായി കാണാം.